സ്നേഹ വന്ദനം. 130ാമത് മാരാമൺ കൺവെൻഷൻ ദൈവകൃപയാൽ ഇന്നിവിടെ സമാരംഭിക്കുന്നു. കൺവെൻഷൻ ക്രമീകരണങ്ങളിൽ ഇതുവരെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് ഏവരോടും ചേർന്ന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നേതൃത്വം നൽകുന്ന മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തെ സഭയുടെ പേരിൽ ഞാൻ ഈ അവസരം അഭിനന്ദിക്കുന്നു. ദൈവദിനം നേരിട്ടും ഓൺലൈനിൽ കൂടെയും ഇനി നമുക്ക് ശ്രമിക്കാം. വചനം സ്വീകരിക്കുന്നതിന് അത് 100 മേനി ഫലം കായ്ക്കുന്നതിന് ഒരുക്കപ്പെട്ട ഹൃദയനിലങ്ങളാണ് ഇന്നിന്റെ ആവശ്യം. അതിനായി നമ്മെ ദൈവകാര്യങ്ങൾ അർപ്പിക്കാൻ കേന്ദ്ര കേരള സർക്കാരുകളിൽ നിന്നും ലഭിച്ച സഹകരണത്തിന് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പേരിലുള്ള നന്ദി ഞാൻ ഈ അവസരം അറിയിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും നമ്മുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ച് കൺവെൻഷന്റെ നടത്തിപ്പിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ലഭ്യമാക്കി. വിശേഷാൽ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ കാര്യാലയം, ജില്ലാ പോലീസ് മേധാവി, വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവരോടുള്ള നന്ദി ഈ അവസരം അറിയിക്കട്ടെ. കോഴഞ്ചേരി പുതിയ പാലത്തിന്റെ പണിയിൽ പുരോഗതി ഉണ്ടെങ്കിലും ഇപ്പോഴും അത് പൂർത്തീകരണത്തിലെത്തിയിട്ടില്ല. എത്രയും വേഗം പുതിയ പാലം കൺവെൻഷൻ ഹാളിലേക്കുള്ള അപ്രോച്ച് റോഡ് ഉൾപ്പെടെ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്നത് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കാം, നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. രാജ്യ പുരോഗതിയുടെ എല്ലാ മേഖലകളിലും സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസ സമൂഹമായി മാർത്തോമ സഭയെ പുലർത്തുന്ന ദൈവത്തിന് ഞാൻ ഈ അവസരം നന്ദി പറയുന്നു. മധ്യ തിരുവിതാംകൂറിൽ നിന്നും ചിതറിക്കപ്പെട്ട സഭാമക്കൾ ലോകത്തിന്റെ എല്ലാ വൻകരകളിലും എത്തപ്പെടുകയും അവർ ചെന്ന് ചേർന്ന ഇടങ്ങളിലെല്ലാം സഭയോടുള്ള സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും നവീകരണ ദർശനത്തിലും നിലനിന്നതിന്റെ ഫലമായി ഒരു ആഗോള സഭയായി വളരുവാൻ തക്കവണ്ണം ഈ ചെറിയ സഭയ്ക്ക് ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. പ്രാദേശിക തലത്തിലും ദേശീയ അന്തർദേശീയ തലങ്ങളിലും സഭൈക്യ പ്രസ്ഥാനങ്ങളോടും ഇതര മതവിശ്വാസധാരകളോടും ചേർന്ന് പ്രവർത്തിക്കുന്നതിന് മലങ്കര മാർത്തോമ സുറിയാനി സഭയ്ക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും നൂതനവും പ്രത്യക്ഷവുമായ ഉദാഹരണമാണ് ഈ കൺവെൻഷൻ വേദി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അഖിലലോക സഭാ കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി റവറന്റ് പ്രൊഫസർ ഡോക്ടർ ജെറി പിള്ളയാണ് നമ്മുടെ